ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ അലമാര ഉണ്ടല്ലോ, അതൊന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചു. എൻ്റെ ഡ്രസ്സുകളാണ് കൂടുതൽ വിധത്തിലുള്ളത്. പിന്നെ വേറൊരു അലമാരയിലാണ് എൻ്റെ സാരീസും മറ്റുമൊക്കെ വരുന്നത്. എന്തായാലും ഇതൊന്ന് മൊത്തത്തിൽ നിന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീനിങ് വീഡിയോ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഡ്രസ്സുകളൊക്കെ എത്ര നമ്മൾ നീറ്റാക്കി അടുക്കിയൊക്കെ വെച്ചാലും ചില സമയങ്ങളിൽ അലമാരയിൽ നിന്നും അതുപോലെ തുണിയിൽ നിന്നൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ബാഡ് സ്മെല്ല് വരാതിരിക്കാനായിട്ടുള്ള നമ്മുടെ തുണിയിൽ എപ്പോഴും നല്ല പെർഫ്യൂമിൻ്റെ സ്മെല്ല് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു അടിപൊളി ടിപ്സ് കൂടി പറയുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് അത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ലാസ്റ്റ് ഇട്ട ക്ലീനിങ് വീഡിയോ റൂം ക്ലീനിങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ മാസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ തുണി വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടോ ക്ലീൻ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നെ പറയണം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇനിയും വീണ്ടും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഒത്തിരി താമസിക്കേണ്ട വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അലമാരയുടെ ഒരവസ്ഥ. തുണികളെല്ലാം വാരി കൂട്ടി വെച്ചേക്കുവാണ്. അപ്പം നമുക്ക് ഇതൊക്കെ റെഡിയാക്കാം. ഞാനപ്പോൾ ആദ്യം വിചാരിക്കുന്നത് ഈ ബെഡിൽ എല്ലാം കൂടി അങ്ങോട്ട് ഇടാം, എന്നിട്ട് ഓരോന്നോരോന്നായി മടക്കി വെച്ചിട്ട് തിരിച്ച് അടുക്കി പെറുക്കി വെക്കാമെന്നാണ്. ഞാൻ ഡ്രസ്സെല്ലാം ശരിക്ക് വെച്ചേക്കാറ് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ തിരിച്ചാണ്. ടോപ്സ് വേറെ, പാൻസ് വേറെ, സ്കേർട്ട് വേറെ, അങ്ങനെയാണ് വെക്കാറ്. പക്ഷെ ഓരോന്നും എടുത്തെടുത്ത് വന്നിട്ട് ഇപ്പോൾ ഈയിടെയായിട്ട് നല്ല സാമ്പാർ അവിയൽ പരുവത്തിലായിട്ടുണ്ട്. അതുകൂടാതെ ബാഗുകളുണ്ടല്ലോ, അത് ഞാനിങ്ങനെ അലമാരിയിൽ കൊണ്ട് വെക്കുന്ന ഒരു ശീലമുണ്ട്. അതാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ബാഗുകൾ കൂടി കാണുന്നത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഇതൊന്നും മര്യാദയ്ക്ക് അടുക്കി പെറുക്കിയൊക്കെ ഒന്ന് വെക്കണമെന്ന്. ഇന്നാണ് ചെയ്യാനായിട്ട് എന്തായാലും പറ്റിയത്. ഇതിനുള്ളിലാണെങ്കിൽ എൻ്റെ ക്ലിപ്സുകൾ, വാച്ച്, ബുഷ്, പെർഫ്യൂം, ചീപ്പ്, അങ്ങനെ വേണ്ട അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം ഇതിലാണ് വെക്കാറ്. അപ്പോൾ ആദ്യം തന്നെ ഇതിനുള്ളിലുള്ള എല്ലാ സാധനവും ഒന്ന് പുറത്തെടുക്കുവാണേ. എന്നിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കണം, വേണ്ടാത്തതൊക്കെ ഒന്ന് ഒഴിവാക്കണം. എന്നിട്ട് എല്ലാം മടക്കി വെച്ച് ഓർഗനൈസ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഡ്രസ്സുകളെല്ലാം ഏകദേശം മാറ്റിക്കഴിഞ്ഞു. ഇനി ഇതെൻ്റെ ക്ലിപ്പുകളും ബുഷുകളൊക്കെ ഇട്ടിരുന്ന അവിടെ നിന്നുള്ള ഫുൾ ഐറ്റംസ് ഒരു കവറിലാക്കി ഞാൻ മൊത്തത്തിലൊന്ന് മാറ്റുവാണ്. അങ്ങനെ ഫൈനലി ഇതാ അലമാരിയിൽ നിന്ന് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി എൻ്റെ കട്ടിൽ ഞാൻ കാണിച്ചു തരാവേ. ബെഡിൽ കിടക്കുന്ന തുണികൾ നോക്കി, ഫുള്ള് തുണികളായിട്ടുണ്ട്. അതും മൊത്തം കൂടി വാരി വലിച്ച് കൂട്ടിയിട്ടേക്കുവാണേ. ഇനി ഇതിലെ പൊടികളൊക്കെ ഒന്ന് ഇത് വെച്ചിട്ട് ഇങ്ങനെ തൂത്തെടുക്കാം. ഇനി ഇത് മൊത്തത്തിലൊന്ന് തുടയ്ക്കുകയും കൂടി ചെയ്യണം. ആദ്യം കുറച്ച് നനവുള്ള തുണി കൊണ്ടാണ് തുടച്ചത്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഉണങ്ങിയ തുണി കൊണ്ട് ഒന്നുകൂടി തുടച്ചിട്ടാണ് ഡ്രസ്സുകളൊക്കെ മടക്കി ഇതിൽ വെക്കുന്നത്. ഇതിൻ്റെ മുകളിലും കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതും കൂടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ഇനി ഡ്രസ്സൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് മടക്കി വെക്കുന്ന പണിയാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ്, ഈ സ്കേർട്ടും അതിൻ്റെ ടോപ്പും ഒക്കെ. ഈ അലമാരിയിലാണെങ്കിൽ എൻ്റെ ടോപ്സുകളും അതിൻ്റെ എല്ലാ പാൻസും ഷോളും പിന്നെ വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സുകളും ഒക്കെയാണ് വെക്കാറ്. പിന്നെ കുറച്ച് സ്കേർട്ടും ടോപ്സും കൂടി ഇതിൽ വെക്കും. ബാക്കി എല്ലാ ഡ്രസ്സുകളും എൻ്റെ സാരികളും പിന്നെ ജീൻസും ടോപ്സും അങ്ങനെയുള്ളതെല്ലാം ഈ റൂമിലല്ല, അടുത്ത റൂമിലെ കബോർഡിലാണ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ ദിവസം ഒന്ന് ക്ലീൻ ചെയ്ത് അടുക്കി പെറുക്കിയൊക്കെ വെച്ചായിരുന്നു. ഇതൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് പോകാറുള്ള ടോപ്പുകളൊക്കെയാണ്. ഇനിയും ഞാൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നേരത്തെ ചെയ്തിരുന്നത് പോലെ തന്നെ സെക്ഷൻ തിരിച്ച് വെക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കാത്ത കുറേ ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് വീട്ടിലിടുന്ന അതിൽ നിന്നായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അത്യാവശ്യമായിട്ട് വല്ലതും തിരയുന്ന സമയത്ത് ഉപയോഗിക്കാത്ത ഡ്രസ്സും കൂടി വരുമ്പം എല്ലാം കൂടി കലർന്ന് കിടക്കണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം വേണ്ടത് മാത്രം മടക്കി വെക്കുന്നുള്ളൂ ഇത്തവണ. ഇനി അങ്ങനെയുള്ള തുണികൾ കുറേ മാറിയപ്പോൾ തന്നെ നമുക്ക് ഇതിനുള്ളിൽ അത്യാവശ്യം നല്ല സ്പേസും കിട്ടുന്നുണ്ട്. ചില്ലറ പണിയൊന്നും അല്ലായിരുന്നു ഗെയ്സ്. മടക്കിയിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. നിന്നും മടുത്തിട്ട് ലാസ്റ്റ് ഇതാ ഇരുന്നുള്ള മടക്കി വെക്കൽ ആരംഭിച്ചായിരുന്നു. ഇത് ശരിക്കും മടുപ്പുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഉണ്ടല്ലോ, ഇതെല്ലാം അടുക്കി പെറുക്കി ഒതുക്കി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് ചെറുതല്ല. നീറ്റായി കിടക്കുന്ന റൂമാണെങ്കിലും കബോർഡാണെങ്കിലും ഒക്കെ കാണുമ്പോൾ എന്തൊരു മനസ്സമാധാനമാണ് ശരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഇതാ കുറേയൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നൊക്കെ സെക്ഷൻ തിരിച്ച് വേണം അലമാരിക്കകത്തോട്ട് വെക്കാനായിട്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി തുണികൾ വീണ്ടും കിടക്കുന്നതുണ്ടോ. ശരിക്കും ഞാൻ മടുത്തു പോയിട്ടുണ്ടായിരുന്നേ. എങ്കിലും എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കാര്യം ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്ത ശേഷം മാത്രമേ ഞാൻ വേറെ മറ്റൊരു കാര്യവും ചെയ്യത്തുള്ളേ. അങ്ങനെ ഇതാ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ അടുക്കി വെക്കാം. അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞു. ഏകദേശം ഇതാ അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്.
ഇതിൽ അനാവശ്യമായിരുന്ന കുറേ തുണികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സെക്ഷനും ഏകദേശം ഓക്കെ ആയി. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ തുണിയൊക്കെ വൃത്തിയായി കബോർഡിലൊക്കെ മടക്കി സൂക്ഷിച്ചാലും ചില സമയത്ത് ഒരു ബാഡ് സ്മെല്ലൊക്കെ തുണിയിലും കബോർഡിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് മാറി എല്ലാ തുണികൾക്കും ഒരു നല്ല സ്മെല്ല് ലഭിക്കാനൊക്കെ നമ്മൾ തുണി എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന, കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ള ഒരു നല്ല സ്മെല്ല് കിട്ടാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ ഇതേപോലെ അടപ്പുള്ള ഏതെങ്കിലും ടിന്നുകളോ മറ്റൊക്കെ കാണുമല്ലോ, അതൊന്ന് കഴുകിയെടുത്തിട്ട് അതിൽ കുറച്ച് ഹോൾ ഇടണം. ഇതിൻ്റെ അടപ്പിലും കുറച്ച് ഹോളിട്ട് കൊടുക്കണം കേട്ടോ. ഒത്തിരി താഴോട്ടിടണ്ട, മുകളിലോട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതേപോലെ കുറച്ച് അരി എടുക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ പെർഫ്യൂം ആയാലും മതി. എന്നിട്ട് കുറച്ച് അരി എടുത്തിട്ട് ഈ ടിന്നിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് വാനില എസൻസ് കൂടി ഇതിൽ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കണം. കുപ്പി അടച്ചിട്ട് നമ്മുടെ അലമാരിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തൊന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് നമുക്ക് കിട്ടും. വാനില എസൻസിൻ്റെ മണം നമ്മുടെ ഈ അരിയിൽ ഫുള്ള് നിൽക്കുകയും ചെയ്യും. അരി വലിച്ചെടുക്കുന്ന മണം കുറേ നാളത്തേക്കുണ്ടാവും. അത് കഴിഞ്ഞ് ഈ സ്മെല്ല് കുറഞ്ഞെന്ന് തോന്നിയാൽ കുറച്ചുകൂടി ഇതോ അല്ലെങ്കിൽ പെർഫ്യൂമോ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മുടെ അലമാരയിൽ നല്ലൊരു സ്മെല്ല് നിലനിൽക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാനും മറക്കരുതേ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയും ഇതേപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.